നമസ്കാരം, ഞാൻ മിനി ഡൊമിനിക്. ഇന്ന് നമ്മൾ സാരികളുടെ കളക്ഷൻസ് ആണ്. ഫാൻസി സാരി ആയിട്ട് വന്നിട്ടുള്ള ബനാറസി കോട്ട ചെക്സിലൊക്കെ വന്നിട്ടുള്ള അടിപൊളി കളക്ഷൻസ് ആണ്. എല്ലാം പുതിയ പുതിയ കളക്ഷൻസ്. ഈ ഒരു ലെൻറ്റ് ടൈമിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതും അത് കഴിഞ്ഞിട്ട് വരുന്ന നമ്മളുടെ ഓരോ ഫംഗ്ഷൻസിലേക്കൊക്കെ പറ്റിയിട്ടുള്ള കളക്ഷൻസ് ആണ്. അതോടൊപ്പം തന്നെ ഞാനിപ്പോൾ ഇന്ന് ഈ ഉടുത്തിരിക്കുന്ന സാരീസ് മഹേശ്വരി സിൽക്കിൻ്റെ നമ്മൾ വീഡിയോ കാണിച്ച സാരീസാണ്. ഒരു ടെമ്പിൾ ബോർഡർ വന്നില്ലേ, സമൂസ പ്രിന്റ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ. ബോഡി പാർട്ടിലേക്ക് ഇതാ ഇങ്ങനെ ഒരു സിക്സ് ആഗ് ഒക്കെ പോലെ പ്രിന്റ് വന്നിട്ട് ഉടുക്കാൻ നല്ല സുഖമാണ് കേട്ടോ. പല്ലു ഇങ്ങനെ വരുന്നു. ഇതിൻ്റെ ബ്ലൗസ് പീസ് ഒരു സെമി കോൺട്രാസ്റ്റ് ആയിട്ട് വന്നതാണ്. ഇങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്ത് സെറ്റ് ചെയ്തു. ബ്ലൗസ് പീസിലേക്ക് ഇങ്ങനെ ഒരു ചെറിയ വർക്കൊക്കെ കൊടുത്തിട്ട് അങ്ങനെ നല്ല കംഫർട്ടാണ്, നമുക്ക് നല്ല ഭംഗിയിൽ ഉടുക്കാൻ കഴിയുന്ന ഒരു സാരീസാണ്. ഇന്നത്തെ വീഡിയോയിൽ വരുന്ന സാരീസ് ഇതാ ബനാറസി കോട്ട ചെക്സിലേക്ക് ഓൾ ഓവർ ഇങ്ങനെ ഒരു ക്രീപ്പർ പാറ്റേൺ വരുന്നു, ഫുൾ സ്കാലോപ്പ് വരുന്നു, ഒരു ബ്ലഷ് പിങ്ക് കളറിലേക്ക് നല്ല കളറാണ് ഇതിങ്ങനെ. ഒരു കോട്ട ചെക്സ് പ്യൂർ ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുള്ളൊരു കളക്ഷനാണ്. ബ്ലൗസ് പീസ് സെയിം മെറ്റീരിയലിൽ തന്നെ, കുറച്ചും കൂടി നല്ല കട്ടിയുള്ളൊരു മെറ്റീരിയലാണ് ബ്ലൗസ് പീസ് വരുന്നത്. ഇതാണ് സ്ലീവിൻ്റെ എൻഡിലോട്ട് നമുക്ക് ഈ ഒരു വർക്ക് ക്രിയേറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഒരു ബ്ലൂ ഷെയ്ഡാണ്. സാരിയുടെ പ്രൈസ് വരുന്നത് 3200. ആ ഒരു ബ്ലൂ ഷെയ്ഡിലേക്ക് ഇത് ഗ്രീൻ, ലാവൻഡർ, കളർ കോംബോ ഒക്കെ അടിപൊളിയാണ്. എല്ലാം ബ്ലാക്ക് ഷെയ്ഡിലേക്ക് ചേർന്ന് വരുന്നു. ചെറിയൊരു ലാവൻഡർ ഷെയ്ഡിലേക്ക് ഇത് 2530. നല്ല പൗഡർ ബ്ലൂ ഷെയ്ഡിലേക്ക് ഫുൾ ത്രെഡ് വർക്ക്, കോട്ട ബനാറസി കോട്ട മെറ്റീരിയൽ, ഫുൾ ത്രെഡ് വർക്ക്, ബോർഡർ ഇങ്ങനെ വരുന്നു. ക്രോസ് സ്റ്റിച്ച് അല്ല, അല്ലാതെ തന്നെയുള്ള സ്റ്റിച്ചിലേക്ക് മൾട്ടി കളർ ത്രെഡ് വന്നിട്ട് 2530. പ്ലെയിൻ ബ്ലൗസ് പീസ്. ഇതൊരു പിങ്ക് ഷെയ്ഡിലേക്ക് നെക്സ്റ്റ് ഒരു ലാവൻഡർ ഷെയ്ഡ്, ഗ്രീൻ, ഇതൊരു ബ്ലഷ് പിങ്ക് കളറിലേക്ക് ഇതിലേക്ക് വരുന്ന എല്ലാ കളേഴ്സും അതിമനോഹരമാണ്. നമുക്ക് സാരി നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ക്ലാസ് കളറാണ്. നെക്സ്റ്റ് ഒരു ഡിസൈൻ വരുന്നത് 2300 പ്രൈസിലേക്ക് സെയിം മെറ്റീരിയലിൽ തന്നെ ഒള്ളി ത്രെഡ് വർക്ക്, എല്ലാം ഒള്ളി ത്രെഡ് വർക്കായിട്ട് വന്നിട്ടുള്ള പൗഡർ കളേഴ്സുകളാണ്. എല്ലാം ഒരു ആവറേജ് പ്രൈസ് റേഞ്ചും ഓൾ ഓവർ ത്രെഡ് വർക്ക്, 2 സൈഡ് ബോർഡർ, ഗ്രീൻ. ഇതൊക്കെ ബ്ലൗസ് സെറ്റ് ചെയ്ത് ഉടുക്കുമ്പോഴാണ് അതിൻ്റെതായ ഒരു ഭംഗി വരണേ. ഞാനിപ്പോഴും ഈ ഒരു സാരിക്കായാലും ഇങ്ങനെ വിത്ത് പൈപ്പിങ്ങോട് കൂടിയിട്ട് നമ്മൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ നല്ലൊരു ഫിറ്റിങ്ങിലേക്ക് നമുക്ക് നല്ല മാക്സിമം വൈഡായിട്ട് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ കാര്യം ഇപ്പോൾ പൈപ്പിംഗ് അത്ര ട്രെൻഡ് അല്ലെങ്കിലും ഞാൻ കംഫർട്ടായിട്ട് ബ്ലൗസ് ഇവിടെ സ്ലിപ്പ് ഇറങ്ങി പോകാതെയും ഇരിക്കാനൊക്കെ ആയിട്ടൊരു പൈപ്പിങ്ങിൻ്റെ ഫിനിഷിങ് എപ്പോഴും കൊടുക്കാറുണ്ട്. അപ്പം നിങ്ങളായാലും ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ജസ്റ്റ് ആ സെയിം കളർ ടോൺ തന്നെ ഇട്ടിട്ടുള്ള ഒരു പൈപ്പിംഗ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഫിനിഷിങ്ങിൽ ബ്ലൗസ് നമുക്ക് ഷോൾഡർ ഇറങ്ങി പോകാതെയൊക്കെ ഇരിക്കാനായിട്ട്
നമ്മളുടെ സ്റ്റിച്ചിങ്ങിലേക്കൊക്കെ ബ്ലൗസിനൊക്കെ അടിപൊളി ഡിസൈനേഴ്സ് സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഒത്തിരി പേര് പുതിയ പുതിയ നല്ലൊരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുന്ന പുതിയ കുട്ടികൾ സ്റ്റോറിലേക്ക് ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ വന്നിട്ടുള്ള നല്ല നല്ല പാറ്റേൺസ് സാരിയുടെയും ഇപ്പം ലാച്ചയൊക്കെ ഒത്തിരി ബ്രൈഡൽ കളക്ഷൻസിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. അപ്പം ഇതൊക്കെ ബ്ലൗസ് ആയാലും നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. പൗഡർ ബ്ലൂ കളറാണ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ. ഇതൊരു ലാവൻഡർ ഷെയ്ഡ്. ഇത് വരുമ്പോഴേക്കും ഒരു ബേബി യെല്ലോ കളറിലേക്ക് 2600. ബോഡി പാർട്ട് ഒരു ഫുൾക്കാരി മെറ്റീരിയലിൻ്റെ ടച്ചിങ് കൊടുത്തിട്ട് 2 സൈഡ് ബോർഡർ. നല്ല ഭംഗിയുണ്ട്, നല്ലൊരു ക്ലാസ് ആൻഡ് എലഗൻ. മുന്താനിങ്ങനെ പോകുന്നു. പ്ലെയിൻ ബ്ലൗസ് പീസ്. ഇത് ക്രോസ് സ്റ്റിച്ചാണ്. ഓഫ് വൈറ്റ്. ഒരു അധികം ഷൈനിങ് വേണ്ടാന്ന് തോന്നുന്നവർക്ക്, ഒരു ബഡ്ജറ്റ് റേഞ്ചിലേക്ക് വേണമെന്ന് തോന്നുന്നവർക്കൊക്കെ അടിപൊളി സാരിയാണ്. ഇതൊരു ഹോളി കമ്മ്യൂണിയൻ ബേസ്ഡ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം, ചർച്ച് വെയർ ആയിട്ട് യൂസ് ചെയ്യാം, പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാം. കാരണം ആ ഒരു ഓഫ് വൈറ്റിനൊക്കെ ഉള്ള ഒരു എലഗൻ ലുക്ക് വേറെ ഏതൊരു കളറിനും ഇല്ലയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത്രയും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ്. ഓഫ് വൈറ്റിലേക്ക് എങ്ങനെ ജസ്റ്റ് മൾട്ടി കളർ ത്രെഡൊക്കെ വന്നിട്ട് ഇതിലൊക്കെ കട്ട് വർക്ക് എത്ര കാലം എത്ര ഹിറ്റായിട്ട് ഓടിയിട്ടുള്ളൊരു ഡിസൈനാണെന്നോ. ചെറിയ ചെറിയ കട്ട് വർക്കും കൂടെ ഉണ്ടെങ്കിൽ അപ്പോഴേക്കും ഇത് വരുന്നത് നമുക്ക് ക്രോസ് സ്റ്റിച്ചിലാണ്. ഇതൊരു പൗഡർ ബ്ലൂ ഷെയ്ഡ്. എല്ലാം പൗഡർ കളേഴ്സുകളാണ്. വീഡിയോ മിസ്സാവാതെ കാണണം. എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സാണ്. വീണ്ടും ബ്ലഷ് പിങ്ക്. നെക്സ്റ്റ് ഒരു ലക്നവി ടച്ച് വന്നിട്ട് മെറ്റീരിയൽ എല്ലാത്തിൻ്റെ കോട്ടയാണ്, ബനാറസി കോട്ട. ഫുൾ ത്രെഡ് വർക്ക്. നല്ല സിൽക്ക് ത്രെഡ് പോലത്തെ എംബ്രോയിഡറി. ഇതൊരു പിങ്ക്, ബേബി പിങ്ക്. വീണ്ടും ഓഫ് വൈറ്റ്. ഓഫ് വൈറ്റ് ഷെയ്ഡിലൊക്കെ അടിപൊളി ലുക്കാണ് ഇതിൻ്റെ. നമുക്കിത് വർക്ക് ഇത്ര പോകും. പിന്നെ പ്ലീറ്റ്സ് ഇടുന്ന പോർഷനിലേക്ക് താഴേക്കാണ് വർക്ക് ഉണ്ടാവണേ. പ്രൈസ് 2600. ഇതാ കണ്ടോ, താഴേക്ക് ഇങ്ങനെ വരും. ഈ ഒരു ടൈം ഇങ്ങനെ ഓഫ് വൈറ്റ് ഷെയ്ഡ്സിലേക്ക് വൈറ്റിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. വീണ്ടും ഈ ഒരു ഡിസൈനിൽ തന്നെ ബ്ലൂ. ക്രീം യെല്ലോ, ബേബി യെല്ലോ അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ കാണിച്ചതെല്ലാം തന്നെ നല്ല പൗഡർ കളേഴ്സിൽ വന്നിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള കളക്ഷൻസ് ആണ്. എല്ലാവരും തന്നെ പൂണോളിൽ സിൽക്സ് മാക്സിമം സ്റ്റോർ വിസിറ്റ് ചെയ്യുക. ഒരുപാട് കളക്ഷൻസ്, പുതിയ പുതിയ ഡിസൈൻസ്, ലോ റേഞ്ചിലൊക്കെ വന്നിട്ടുള്ള ഒരുപാട് സാരീസ് ഉണ്ട്. ബിലോ 1000 റേഞ്ചിലൊക്കെ ഒരുപാട് കളക്ഷൻസ് സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും തന്നെ നമ്മുടെ ഈ ഒരു ആഫ്റ്റർ ലെൻറ്റ് ടൈം വരുമ്പോഴേക്കും നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ മാമോദീസ വരുന്നു, ഹോളി കമ്മ്യൂണിയൻ വരുന്നു, ബാപ്റ്റിസം വരുന്നു. അങ്ങനെ ഈ ഒരു 50 ദിവസത്തിൻ്റെ ആ ഒരു ടൈം കഴിഞ്ഞു. അതുപോലെ തന്നെ ഇപ്പം ഒരു മുസ്ലിം ആണെങ്കിലും നമുക്ക് ഈദ് അതുപോലെയുള്ള ഫങ്ഷൻസ് കഴിയുമ്പോഴേക്കും നമുക്ക് ഒരുപാട് ആവശ്യങ്ങളും അങ്ങനെയുള്ള ഓരോ കളക്ഷൻസിലേക്കും ആ ഒരു സെലിബ്രേഷൻ എപ്പോഴും എല്ലാ കാസ്റ്റിലേക്കും ഒരുപാട് വരുന്ന ഒരു സമയമാണ്. അപ്പോൾ എല്ലാവരും തന്നെ പൂണോളിൽ സിൽക്സ് വിസിറ്റ് ചെയ്യുക. താങ്ക് യു. Designs, Angamali.